വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോണു. ഇപ്പൊ മാർക്കറ്റിൽ പുതുതായിട്ട് നാസ് മാജിക് ബിരിയാണി മസാലയെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിട്ട് കഴിഞ്ഞു. അപ്പൊ അതിന്റെ കുറച്ച് വിശദാംശങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു 20 മിനിറ്റ്സ് ബിരിയാണി എന്നൊരു ആശയത്തിലേക്ക് എത്തിയത്? അതായത് ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം എന്നും എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടായാലും അവിടുത്തെ ഒരു ഒന്നാം സ്ഥാനക്കാരനാണ് ബിരിയാണി. ബിരിയാണി പ്രേമികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ബിരിയാണി എന്നുള്ള സംഭവം ഓരോരോ വീടുകളിലും നമ്മൾ അമ്മമാര് ഉണ്ടാക്കി കഴിഞ്ഞാൽ പല സമയത്തും പല ടേസ്റ്റില് ആണ് ബിരിയാണി നമുക്ക് കിട്ടുന്നത്. എപ്പോഴും ഒരേപോലെ നമുക്ക് കിട്ടുന്നില്ല. രണ്ടാമത് ഇത് ഉണ്ടാക്കാൻ പല ആളുകൾക്കും പേടിയാണ്, ശരിയാവൂല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ സാധാരണയായി ഹോട്ടലിലോ ഒക്കെ ആശ്രയിക്കും. പിന്നെ അതിന്റെ ഒക്കെ ഉപരി സമയമാണ് നമ്മളെല്ലാവരും പ്രശ്നം. അപ്പോ ഒരു വീട്ടിൽ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് ഐറ്റം സാധനങ്ങൾ കളക്ട് ചെയ്യണം. അത് ഒക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വന്നിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് വേണം ഇങ്ങനെ ബിരിയാണി എന്നുള്ളൊരു സംഗതിയിലേക്ക് പോകാൻ. എന്നാൽ തന്നെയും അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രുചിയിലോ ഗുണത്തിലോ ഒന്നും കിട്ടാറില്ല സാധാരണഗതിയിൽ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലക്കാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് സത്യം പറഞ്ഞാൽ എത്തുന്നത്. ഈ ഒരു ആശയത്തിന്റെ പിന്നിൽ ഒരു പ്രചോദനം എന്താണ്? പ്രചോദനം ഞാൻ പറഞ്ഞല്ലോ ഇത് തന്നെയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാല് നമ്മളെല്ലാം ഭക്ഷണപ്രിയ. ഞാനൊരു ബിരിയാണി പ്രേമിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി ഒരു ഹോട്ടലിൽ പോയിട്ട് കഴിക്കാനോ നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കാനോ നമുക്ക് വളരെ പ്രയാസം. അപ്പോ നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രുചിയോടുകൂടെ ഒരു റെഗുലർ ആയിട്ട് നല്ലൊരു ഭക്ഷണം നമുക്ക് കിട്ടുക, ബിരിയാണി കിട്ടുക എന്നുള്ളത് ആണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പൊ അത് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ ഒരു സ്ഥിരമായിട്ടൊരു ബിരിയാണിയുടെ ഒരു മസാല, ആ മസാല കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഒരേ രുചിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു ബിരിയാണി ഒരു മസാല എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് അങ്ങനെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ ഈ ഒരു 20 മിനിറ്റ് എന്ന വാഗ്ദാനം എങ്ങനെയാണ് നിങ്ങൾ പ്രായോഗികമാക്കുന്നത്? 20 മിനിറ്റ് എന്ന വാഗ്ദാനം പ്രായോഗികമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മള് ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾ ഐറ്റംസ് ഉള്ളിയായാലും തക്കാളിയായാലും ഇഞ്ചിയായാലും വെളുത്തുള്ളിയായാലും ഇത് അരിഞ്ഞ് പിടിച്ച് ഒക്കെ വരുമ്പോൾ ഒരുപാട് സമയം ചെലവാക്കുമല്ലോ. നമ്മളത് അതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു കോൺസെൻട്രേറ്റ് പരുവത്തിലാക്കിയിട്ട് ഒരു ഗ്രേവി മസാല ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് മാർക്കറ്റില് പലതരത്തിലുള്ള മസാലകൾ നമുക്ക് അവൈലബിൾ ആണ്, ബിരിയാണി മസാലകൾ പൗഡർ ആയിട്ടും മറ്റൊക്കെ. പക്ഷെ അതൊക്കെ എടുക്കുമ്പോൾ അതൊരു പൂർണ്ണത അവിടെ വരുന്നില്ല. കാരണം അത് ഉണ്ടാക്കി വരുമ്പോൾ കുറെ വെജിറ്റബിൾ നമ്മൾ വീണ്ടും അതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് നമുക്ക് കൂടുതൽ സമയം ചെലവാക്കേണ്ട കുറച്ച് മസാലപ്പൊടികളൊക്കെ കൂടിയിട്ട് ഒരു സാധനമാക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളെ ബിരിയാണി മസാലന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമുക്ക് ഈ ബിരിയാണി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 100 മില്ലി തൈരും 350 മില്ലി വെള്ളവും അരിയും, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മട്ടൻ ആണെങ്കിൽ മട്ടൻ, മീറ്റ്, ഇത്രയും സാധനം കൊണ്ട് നമുക്ക് വിത്തിൻ മിനിറ്റുകൾ കൊണ്ട് ഈ അരി വെന്ത് കിട്ടാനും ചിക്കൻ വെന്ത് കിട്ടാനുള്ള ടൈം മാത്രമേ നമുക്ക് അവിടെ ചെലവാകുന്നുള്ളൂ. അതാണ് ഇതിന്റെ ഒരു മാജിക്. എന്നാൽ രുചിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇവിടെ വരുന്നില്ല. ഇതിന്റെ പിന്നിലൊരു സാങ്കേതിക വിദ്യ എന്താണ്? ഇതിനുള്ളൊരു സാങ്കേതിക പ്രത്യേകിച്ച് മാജിക് ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാം നമ്മളൊക്കെ ചേർക്കുന്ന ഇൻഗ്രീഡിയന്റുകൾ തന്നെയാണ് ഉള്ളത്. അതൊരു പ്രത്യേക അനുപാതത്തിലും പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ച് കുറഞ്ഞ സമയം കൊണ്ട് അതിനെ വലിയൊരു എന്താ വെച്ചാൽ ഉദാഹരണത്തിന് നമ്മൾ ഒരു വീട്ടിലൊരു കല്യാണോ എന്തെങ്കിലും ഒരു വിശേഷ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു 100 കിലോ ബിരിയാണി വെക്കണം. ഒരു 4-5 ആൾക്കാരുടെ അധ്വാനം ഒരു 1.5-2 ദിവസം വെച്ചിട്ടാണ് ഇത് ചെയ്യുക. പക്ഷെ നമ്മളെ മസാല ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പ് പോയിട്ട് ഒരു 10 കിലോ മസാലയും തൂക്കി പിടിച്ച് പോയിട്ട് ജസ്റ്റ് അതൊന്ന് ദം ചെയ്യേണ്ട ഒരു പണി മാത്രം വരുള്ളൂ. അതന്നെ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ ഒരുപാട് മാൻ പവർ അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ വിപണിയിൽ ധാരാളം ബിരിയാണി മസാലകൾ ലഭ്യമാണല്ലോ ഈ ഒരു കാലഘട്ടത്തില്. അപ്പൊ അവയിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു ഉൽപ്പന്നത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം എന്താണ്? അത് തന്നെയാണല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ആ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല വേറെ ഇല്ല. അങ്ങനെ തയ്യാറാക്കുമ്പോ തന്നെ പല കുറവുകളും ന്യൂനതകളും ആ ഒരു മസാലയിൽ കാണാൻ പറ്റും. ഇപ്പൊ ഞാന് ഒരു ഏകദേശം ഒരു 10-38 വർഷമായിട്ട് മാർക്കറ്റില്
പിന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല ഇൻസ്റ്റന്റ് വിഭവങ്ങളും ഇത് കഴിക്കുമ്പോൾ അതിന്റെ ആ ഒരു റിയാലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, തനതായ രുചിയിൽ നമുക്ക് കിട്ടുന്നില്ല. അതെന്തെങ്കിലും ഒരു പാക്കിംഗ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു റെഡി ടു യൂസ് ഇതിൽ വരുമ്പോഴേക്കും അതിന്റെ സ്വഭാവം തന്നെ മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മളുടേത് മലബാർ സ്റ്റൈലിൽ തന്നെയാണ് ആ ബിരിയാണി നമ്മൾ പിന്നെ നമുക്ക് കിട്ടുന്നത്. ആ നാടൻ രുചിയിൽ നമുക്ക് അത് ആസ്വദിക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ നാസിന്റെ മാജിക് മസാലന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞ വേർഡ് കേൾക്കുമ്പോൾ തന്നെ രുചിയിലും അതുപോലെ ഗുണനിലവാരത്തിലൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാകുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മസാല ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ ബിരിയാണിയുടെ അതേ രുചി ഉറപ്പാക്കുന്നത്? അത് സ്വാഭാവികമാണ്. കാരണം ഇന്ന് നമുക്കുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും വിലയിരുത്തുക. ഇവിടെ ഈ പ്രൊഡക്റ്റിനെ വിലയിരുത്തണമെങ്കിൽ അതിനുള്ള ഒരു എളുപ്പമാർഗം ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ടുപോയി സ്വന്തമായി തയ്യാറാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി തയ്യാറാക്കാനും കുറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതിന്റെ മുകളിൽ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് കാണാം. ഈ പ്രൊഡക്റ്റിന്റെ ബാക്ക് സൈഡിൽ ഒരു QR കോഡ് കാണുന്നുണ്ട്. ഈ QR കോഡിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലേക്ക് വീഡിയോ ആയിട്ട് നമുക്കത് കാണാനും അതനുസരിച്ച് ചെയ്യാനും. ഇന്നിപ്പോ ഏതൊരാളും സോഷ്യൽ മീഡിയനെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് കുട്ടിക്കും സ്കാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി സ്കാൻ ചെയ്യാനും അത് അറിവില്ലാത്ത ആളുകൾക്ക് മലയാളത്തിൽ തന്നെ ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ യാതൊരുവിധ പിന്നെ ആശങ്കയോ രുചിയില്ലായ്മയോ ഒന്നും നമ്മൾ വിചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തം അനുഭവത്തിലൂടെ തന്നെ തെളിയിക്കാൻ പറ്റും. ഒരു പാക്കറ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു മസാലയിലെ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണ്? പ്രധാന ചേരുവകൾ നമ്മൾ ബിരിയാണിക്ക് എന്തെല്ലാമോ ഉപയോഗിക്കുന്നു അതൊക്കെ തന്നെയാണ്. അതൊരു പ്രത്യേക അനുപാതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റും നമ്മളത് പ്രിപ്പയർ ചെയ്ത് ഒരു കോൺസെൻട്രേറ്റ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കുന്നു എന്നേ. ഈ ഒരു മസാലയിൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ടാവും? ഈ ഒരു മസാലയിൽ സാധാരണഗതിയിലുള്ള മസാലകളൊക്കെ പൗഡർ രൂപത്തിലാണ് കൂടുതലും കാണാറ്. ഇതൊരു ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സെൽഫ് ലൈഫ് സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് നാച്ചുറൽ പ്രിസർവേറ്റീവ്സുകളായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെൽഫ് ലൈഫ് കുറവാണ്. പക്ഷെ അത് കൂട്ടണമെങ്കിൽ നമുക്ക് പുതിയ പുതിയ സാങ്കേതിക വിദ്യ, ജപ്പാൻ ടെക്നോളജിയിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഇത് ഈ നാസ് മാജിക് മസാല നമ്മുടെ APM ഫുഡ് പ്രൊഡക്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഈ ഒരു മസാലന്റെ ഒരു പ്രത്യേകത, ഇതൊരു ബിരിയാണിക്കോ ഒരു ഐറ്റം ബിരിയാണിക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുക. ചിക്കൻ ആവട്ടെ, മട്ടൺ ആവട്ടെ, ഫിഷ് ആവട്ടെ, വെജിറ്റബിൾ ആവട്ടെ, ഇതിലൊക്കെ ഈ മസാല പിന്നെ സൂട്ടബിൾ ആണ്. അതിൻ്റെയൊക്കെ പുറമെ നമുക്ക് ചിക്കൻ കുറുമ, ചിക്കൻ കറി, ചിക്കൻ തേങ്ങരച്ച് കറി, വറുത്തരച്ച കറി, അതുപോലെ തന്നെ നമുക്ക് കടലക്കറി, മുട്ടക്കറി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു മസാല ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിന്റെ പ്രത്യേകത. ഇത് ഉപയോഗിച്ച് വരുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ ആളുകൾക്കും അത് പഠിഞ്ഞ് മനസ്സിലായി വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും തിരക്കുള്ള ഒരു ജോലിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. ഒരു ബിരിയാണി ഉണ്ടാക്കാറിന് വളരെ സിമ്പിൾ ആയിരിക്കും. അവിടെയാണ് നമ്മളുടെ ആ 20 മിനിറ്റ്സ് മാജിക് എന്ന് പറയുന്ന ആ സംഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇൻഷാ അല്ലാ. അപ്പോ പിന്നെ ഈ ഇത്തരത്തിലൊരു ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു നാസ് മാജിക് ബിരിയാണി മസാലയെ കുറിച്ച് അറിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.